അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. എഴുപത്തിരണ്ടാമത്തെ ആയത്ത് മുതൽ ആണ് ഒരു തുടക്കം. അവിടെ നിന്നാണ് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല അലം അഖുൽ ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റാ. قال لا تؤاخذني بما نسيت ولا ترهقني من أمري عسرا. فانطلقا حتى إذا لقيا غلاما فقتله قال أقتلت نفسا زكية بغير نفس لقد جئت شيئا نكرا. قال ألم أقل لك إنك لن تستطيع معي صبرا. ഒരേ വാക്കുകൾ തന്നെ തിരിച്ചും മറിച്ചും ആവർത്തിച്ച് വരുന്നുണ്ട്. ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റ എന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഖിളർ അലൈഹിസ്സലാം മൂസാ നബിയോട്. താങ്കൾക്ക് എൻ്റെ കൂടെ എന്താണ് സബ്ർ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ കഴിയുകയില്ല എന്ന്. അപ്പോൾ ഫന്തലക്ക തൊട്ട് മുമ്പ് അതാണ്. ഫന്തലക്ക ഇന്തലക്ക എന്ന് പറഞ്ഞാൽ ദഹബാന്ന്. അവരങ്ങനെ കഴിഞ്ഞു പോയി. നമ്മൾ പറയാലോ നടന്ന് കലക്ട്രേറ്റും പിന്നിട്ട് ഇന്തലക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി എന്ന്. ദഹബ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ട്, ഒരു പ്രത്യേകമായ ഒരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് ഇങ്ങനെ ദഹബ ഇലൽ ബൈത്തി. ദഹബ ഇലൽ ബൈത്തി എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് അങ്ങനെ വീട്ടിലേക്ക് പോയി എന്നാണ്. അപ്പോൾ വീടിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മളവിടെ നിർത്തും. നേരെ മറിച്ച് ഇന്തലക്ക എന്ന് പറയുമ്പോൾ ഇത് എവിടെയാണ് എന്താണെന്ന് അറിയില്ല, അങ്ങനെ പോകുന്നതിനാ ഇന്തലക്ക എന്ന് പറയും. ജാവസ എന്ന് പറഞ്ഞാൽ വിട്ട് കടന്നു. ദഹബ അൽ വലതു ഹത്താ ജാവസ മസ്ജിദ് സലഫി. കുട്ടി അങ്ങനെ നടന്ന് മസ്ജിദു സലഫി വിട്ട് കടന്നു. അതിൻ്റെ വിട്ട് കടന്നു പോയി. ഒരു വസ്തു ജാവസ എന്ന് പറയുമ്പോൾ വേറൊരു ഓബ്ജക്റ്റ് ഉണ്ടാവണം, അതിൻ്റെയും അപ്പുറത്തേക്ക് പോകുന്നതിനാണ് ജാവസ എന്ന് പറയാം. ദഹബ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ദഹബ ഇലൽ മസ്ജിദി എന്നാ പറയാം. നേരെ മറിച്ച് മലപ്പുറത്ത് ഇപ്പോൾ ഇവിടെ നമ്മളെ പള്ളിയോടെ സലഫി പള്ളിയോടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഫന്തലക്ക അങ്ങനെ പോയി പിന്നെ അവസാനം കണ്ടുപിടിച്ചു. ആ ഒരു അർത്ഥവ്യത്യാസം അതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇവർ രണ്ടാളും ഫന്തലക്ക അങ്ങനെ പോയി. ഹത്താ ഇദാ റകിബാ ഫിസ് സഫീനത്തി. അല്ല 73 ഞാൻ അവിടെ നിന്ന് തുടങ്ങിയതാണ്. കപ്പലിൽ കയറിയപ്പോൾ ഖറഖഹ അതിനെ കീറിപ്പൊളിച്ചു, അതായത് ഓട്ടപ്പെടുത്തി. ഒരു പലക എടുത്തു എന്നാണ് അതിൽ തഫ്സീറുകളിലൊക്കെ കാണുന്നത്. അപ്പോൾ അതിനെ കീറി പൊളിച്ചു എന്നൊക്കെയാണ്. ഹിർക്കത്ത് എന്ന് പറഞ്ഞാൽ കീറക്കഷ്ണം എന്നാണ്. ഒരു ഹിർക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു കീറക്കഷ്ണം എന്ന്. അപ്പോൾ ഖറഖ എന്ന് പറഞ്ഞാൽ കീറി പൊളിച്ചു. അതാണ് നമ്മൾ ഓട്ടപ്പെടുത്തി എന്ന് പറയുന്നത്. കപ്പൽ അദ്ദേഹം കപ്പലിൽ ഒരു പലക എടുത്ത് കീറി പൊളിച്ചിട്ട് അത് അവിടെ തന്നെ വെച്ചു എന്ന് തഫ്സീറുകളിൽ ഇബ്നു കസീർ റഹിമഹുള്ളാഹ് പറഞ്ഞു കാണും. അപ്പോൾ ഖറഖ അതിനെ കീറി അല്ലെങ്കിൽ പൊളിച്ചു. ഖറഖ ഖാല അഖറഖ്തഹ. അപ്പോൾ മൂസാ നബി ചോദിച്ചു, അഖറഖ്തഹ നിങ്ങളതിനെ കീറിയോ? അഖറഖ്ത ഹാ ആ കപ്പലിനെ നിങ്ങൾ കീറിയോ? ഹാ എന്ന് പറഞ്ഞാൽ അതിനെ മുഅന്നസ് ആയതുകൊണ്ടാണ്, സഫീനത്തു എന്നുള്ളത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് ഹാ എന്ന് പറഞ്ഞത്. അതൊരു പുല്ലിംഗാണെങ്കിൽ എന്താ പറയുക? അഖറഖ്ത ഹൂ എന്നാ പറയുക. അപ്പോൾ അഖറഖ്ത ഹാ നിങ്ങൾ ആ സഫീനത്ത് കീറിയോ? ലി തുഗ്രിഖ അഹ്ലഹ ആ കപ്പലിൻ്റെ അഹ്ലുകാർ, അതിലുള്ള ആളുകൾ മുങ്ങി നശിക്കാൻ വേണ്ടി
അപ്പോൾ മുങ്ങി നശിക്കാൻ വേണ്ടിയല്ല കീറിയത്. അപ്പം അല്ലി തുകരിക്കുക എന്ന് പറഞ്ഞാൽ ആ കീറുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു പര്യവസാനം ആണ് ലാമ്, ഗായത്തിൻ്റെ ലാമ് എന്ന് ഭാഷാപരമായി പറയും. ഒരു പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ പര്യവസാനം മുങ്ങി നശിക്കലാണ്. അപ്പോൾ അവർ മുങ്ങി നശിക്കുന്ന വിധത്തിൽ നിങ്ങൾ അതിനെ കീറിയോ അല്ലെങ്കിൽ പൊളിച്ചോ. ലഖദ് ജിഇത ഷൈഅൻ ഇമ്ര, വളരെ മോശമായ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് താങ്കൾ ചെയ്തത്. ഇമ്ര നുക്ര രണ്ട് വാക്ക് അടുത്തടുത്ത് വരുന്നുണ്ട്. നുക്ര എന്ന് പറഞ്ഞാൽ മോശപ്പെട്ടത്, ഇമ്ര എന്ന് പറഞ്ഞാൽ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തത്. ചെറിയ കാര്യമൊന്നും അല്ല എന്നർത്ഥം. ഇതൊരു കപ്പലിൻ്റെ പലക എടുത്താലല്ല ഇറ്റങ്ങൾ ഇതിൻ്റെ കുള്ളുകുള്ളി വെള്ളത്തിൽ കിടന്ന് മരിക്കൂലേ എന്നാ ചോദിക്കുന്നത്. അപ്പോൾ കാല മൂസാ നബി അലൈഹിസ്സലാം ഖിദർ പറഞ്ഞു, അലം അഖുല്ലക, അലം അഖുൽ, ഞാൻ പറഞ്ഞില്ലേ, ഇന്നക ലൻ തസ്തതിയ മഅയ സബ്ര, എൻ്റെ കൂടെ ക്ഷമിക്കാൻ കഴിയില്ല എന്ന്. കാല, അപ്പം മൂസാ നബി പറഞ്ഞു, ലാ തുആഖിദ്നി ബിമാ നസീതു, ഞാൻ മറന്ന കാരണത്താൽ നിങ്ങളെന്നെ പിടികൂടരുത്. അഖദ എന്ന് പറഞ്ഞാൽ പിടിച്ചു എന്ന, ലാ തുആഖിദ്നി, നിങ്ങളെന്നെ പിടികൂടരുത്, ബിമാ നസീതു, ഞാൻ മറന്ന കാരണത്താൽ. വലാ തുർഹിഖ്നി, എന്നെ അർഹക്ക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിച്ചു എന്നാ. ഞാൻ ആ വാക്ക് പിന്നെയും വരുന്നുണ്ട്, അപ്പോൾ ഓർത്ത് വെച്ചാൽ. അർഹക്ക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിച്ചു, പ്രയാസപ്പെടുത്തി. വലാ തുർഹിഖ്നി മിൻ അംരി, എൻ്റെ കാര്യത്തിൽ നിങ്ങളെന്നെ വിഷമിപ്പിക്കരുത്. ഉസ്റൻ, ഞെരുക്കമുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടാക്കരുത് എന്ന്. ഇന്നമാൽ ഉസ്രി യുസ്റ, ഉസ്റിൻ്റെ കൂടെ യുസ്റുണ്ട് എന്ന്. ഉസ്ർ ഐന് കൊണ്ട് ആരംഭിച്ചാൽ ഞെരുക്കം, യുസ്ർ എന്ന് പറയുമ്പോൾ എളുപ്പം, ആ എന്ന് പറയാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഉസ്ർ ബുദ്ധിമുട്ട്, യാ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം. യാ, ഏത് കുട്ടിയും പറയും യാ എന്ന്. ഏത് കുട്ടി അക്ഷരം പഠിക്കാത്തവനൊക്കെ യാ എന്ന് പറയും. നേരെ മറിച്ച് ആ എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉസ്ർ എന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടാണ്, യുസ്ർ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ളൊരു വഴിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഉസ്ർ ബുദ്ധിമുട്ട് എൻ്റെ വിഷയത്തിൽ, എൻ്റെ കാര്യത്തിൽ നിങ്ങളെന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി വിഷമിപ്പിക്കരുത് എന്ന് പറഞ്ഞു. ഫന്തലക്ക, അപ്പോൾ ഏതായാലും 30 ക്ഷമിച്ചു. ഫന്തലക്ക, അങ്ങനെ അവിടുന്നും അവർ പോയി. ഹത്താ ഇദാ ലഖിയ ഗുലാമൻ, അവർ രണ്ടുപേരും ഒരു ഗുലാമിനെ കണ്ടു. ഗുലാം എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ, കുട്ടി എന്നൊക്കെയുള്ള അർത്ഥമാണ് ഗുലാം. പിന്നെ അടിമക്കുട്ടിക്കും ഗുലാം എന്ന് പറയലുണ്ട്. പഴയ കാലത്തുള്ള അർത്ഥം വടുവൻ എന്നാണ്. വടുവൻ, വടുവന് ഗുലാം എന്ന് പറയും, ഭൃത്യന് ഗുലാം എന്ന് പറയും. ഇവിടെ ഒരു കുട്ടി, ഒരു സാധാരണ കുട്ടിയാണ്, അടിമക്കുട്ടിയൊന്നുമല്ല, ഒരു കുട്ടി ഗുലാം. ഈ കുട്ടി മറ്റു കുട്ടികളുടെ കൂട്ടത്തിൽ യൽഅബു മഅൽ ഗിൽമാൻ, മറ്റു കുട്ടികളുടെ കൂട്ടത്തിൽ കളിക്കുകയായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം, ഇബ്നു കസീർ റഹിമഹുള്ളയുടെ. അപ്പം ലഖിയ ഗുലാമൻ, അവർ രണ്ടുപേരും ഒരു കുട്ടിയെ കണ്ടുമുട്ടി. ഫഖത്തലഹു, ഖത്തല കൊന്നു. അപ്പോൾ ഖത്തലഹു, ആ കുട്ടിയെ ഇദ്ദേഹം കൊന്നു. സ്വാഭാവികമായും ഒരു നിരപരാധിയായിരിക്കുന്ന ഒരു കുട്ടികളുടെ ഇടയിൽ കളിക്കുമ്പോൾ ആ കുട്ടിയെ പിടിച്ചു കൊടുന്നുകാണ്ട് കൊല്ലുക എന്ന് പറയുന്നത് മൂസാ നബി അലൈഹിസ്സലാം പഠിച്ച ശരീഅത്തിന് എതിരാണ്. ഒരു കുട്ടീനാണ്ട് പിടിച്ച് കൊല്ലല്ലേ, അതാണ് ഫഖത്തലു. ഖിദർ അലൈഹിസ്സലാം ആ കുട്ടിയെ കൊന്നു. കാല, അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന് സഹിക്കണില്ലല്ലോ. കരാർ ചെയ്തിട്ടുണ്ട്, ഞാൻ ഒന്നും പറയില്ല എന്നൊക്കെ കരാർ ചെയ്തിട്ടുണ്ടെങ്കിലും. കാല, മൂസാ നബി ചോദിച്ചു, അഖതൽത, നിങ്ങൾ കൊന്നോ? നഫ്സൻ, ഒരു ശരീരത്തെ, സക്കിയായ ഒരു ശരീരത്തെ. സക്കി എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ, തസ്കിയത്ത് എന്നൊക്കെ പറയുമല്ലോ, സംസ്കാരമുള്ള എന്ന് പറഞ്ഞാൽ ഒരു കുറ്റം ചെയ്യാത്ത, നിരപരാധിയായ കുറ്റം ചെയ്യാത്ത ഒരു നഫ്സിനെ നിങ്ങൾ കൊന്നോ? ബിഗൈരി നഫ്സിൻ, മറ്റൊരു നഫ്സിനെ കൂടാതെ എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ കൊന്നാൽ അതിന് പകരമായിട്ട് കൊല്ലാം, അതിന് വകുപ്പുണ്ട്, നിയമമുണ്ട്. അതെ, അത് ഇസ്ലാമിൻ്റെ ശരീഅത്തിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ മറ്റൊരു നഫ്സ് കൂടാതെ, അതായത് അന്യായം കൂടാതെ എന്നർത്ഥമാണ്. ന്യായം കൂടാതെ അന്യായമായി നിങ്ങളൊരു നഫ്സിനെ കൊന്നോ? ലഖദ് ജിഇത, താങ്കൾ
കൊണ്ടുവന്നു ഷെയ്അൻ നുക്ര, മോശപ്പെട്ട ഒരു വസ്തുവെയാണ്, ഒരു കാര്യത്തെയാണ് നിങ്ങൾ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തത് എന്നർത്ഥം. നിങ്ങളിവിടെ ചെയ്തത് മോശപ്പെട്ട ഒരു കാര്യമാണ്, അങ്ങനെ കൊല്ലാൻ പാടില്ലല്ലോ. ഒരു സക്കിയായ കുട്ടിയല്ലേ. മൂസാ നബിക്കത് ആ ശരീഅത്തനുസരിച്ച് അദ്ദേഹം പഠിച്ച നിയമം അനുസരിച്ച് അറിയില്ല, അത് ബാഹ്യമായിട്ട് തെറ്റാണ്. അപ്പോൾ ഇത് നമ്മളെ ഈ സംഭവങ്ങളൊക്കെ പഠിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതായത് ബാഹ്യമായി ശരിയല്ല, ആ തെറ്റാണ് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ മോശമാണ് എന്നൊരു തോന്നുന്ന കാര്യം അള്ളാഹുവിനൊരു പക്ഷേ അത് നമുക്ക് നല്ലതാണ് എന്ന് തോന്നിയേക്കാം, അല്ല തോന്നിയിട്ടുണ്ടാവും. അത് അള്ളാഹിൻ്റെ അറിവല്ല യഥാർത്ഥ അറിവ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ അറിവിനാണ് കീഴ്പ്പെടേണ്ടത്. അതാണ് പറയുന്നത്. ഞാൻ അങ്ങനെ ചെയ്തത് എന്നോട് ചോദിക്കാൻ പാടില്ല, ഞാൻ ചിലതൊക്കെ ചെയ്യും എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഖുർആനിലുണ്ട് വഅസാ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ശർറുൽ ലക്കും. ഒരു കാര്യം നിങ്ങൾക്ക് വെറുപ്പായേക്കാം, പക്ഷേ അത് നിങ്ങൾക്ക് ഖൈറാണ്, നല്ലതാണ്. വഅസാ അൻ തുഹിബ്ബു ഷൈഅൻ, ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായേക്കാം, പക്ഷേ വഹുവ ശർറുൽ ലക്കും, നിങ്ങൾക്ക് മോശമാണ്. അപ്പം നമ്മളെ അറിവ് വളരെ പരിമിതമാണ്. അതുകൊണ്ട് പരിമിതമായ അറിവ് വെച്ച് നമ്മൾ മോശമാണ് എന്ന് തോന്നുന്ന കാര്യം നമുക്ക് പിന്നീട് ഖൈറായി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ബദർ യുദ്ധം എന്ന് പറയുന്നത് സഹാബിമാരുടെ പരിമിതമായ അവർക്ക് കിട്ടിയ അറിവനുസരിച്ച് വളരെ മോശമായ ഒരു വേണ്ടാത്ത അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം അവരടുത്ത് ആളില്ല, ആയുധങ്ങളില്ല, യുദ്ധമാണ് എന്ന് വിചാരിച്ച് യുദ്ധത്തിന് പോകുക എന്നുള്ള മനസ്സിൽ പോലും വിചാരിച്ചിട്ടല്ല അവർ വീട്ടിൽ നിന്ന് മദീനയിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ അല്ലാഹു തആല അവരെ ഒരു യുദ്ധമുഖത്ത് കൊണ്ടുപോയി എത്തിച്ചു. പിൽക്കാലത്ത് അവർക്ക് ബോധ്യപ്പെട്ടു അതൊരു വലിയ ഖൈറായിരുന്നു. മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനികളായ 10-70 ആളുകൾ അതുകൊണ്ട് മരിക്കാനിടയായി. അതുമാത്രമല്ല, ഈമാനുണ്ടെങ്കിൽ രക്ഷപ്പെടും എന്ന് അവർക്ക് സ്വയം അള്ളാഹിൻ്റെ സഹായം കിട്ടും എന്ന് ബോധ്യപ്പെടാനിടയായി. ഒരുപാട് ഗുണം ബദറോടുകൂടി മുസ്ലിമീങ്ങൾക്ക് കിട്ടി. അപ്പം ബാഹ്യമായ അറിവിൻ്റെയും അപ്പുറത്ത് അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത എന്നുകൂടി വെളിപ്പെടുത്തുകയാണ് ഇവിടെ. നിങ്ങൾ കൊന്നോ നഫ്സൻ സക്കിയത്തൻ, ഒരു വിശുദ്ധമായ ശരീരത്തെ അല്ലെങ്കിൽ ആത്മാവിനെ, നഫ്സിന് രണ്ടും അർത്ഥം പറയാം. നിങ്ങൾ കൊന്നോ ബിഗൈരി നഫ്സിൻ, മറ്റൊരു നഫ്സ് കൂടാതെ, അതായത് ഒരു അന്യായമായി. ലഖദ് ജയിത്ത ഷൈഅൻ നുക്ര, നിങ്ങൾ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ചെയ്തത്, കൊണ്ടുവന്നത്. കാല, അപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു അലം അഖുല്ലക ഇന്നക ലൻ തസ്തതിയ മഅയ സബ്റാ. എന്താ, നിനക്ക് എൻ്റെ കൂടെ ക്ഷമിക്കാൻ കഴിയില്ല എന്ന് ഞാൻ എന്നോട് പറഞ്ഞില്ലേ? അവിടെ ആദ്യം പറഞ്ഞെടുത്തും ഇവിടെ പറഞ്ഞെടുത്തും എന്താ വ്യത്യാസം? ആദ്യത്തെ ഈ ഇന്നക ലൻ തസ്തതിയ മഅയ സബ്റാ എന്ന് നോക്കുകയാണെങ്കിൽ ഈ ആയത്തും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താണ്? തൊട്ട് മുമ്പുള്ള ആയത്ത്, അതായത് 72, അലം അഖുൽ ഇന്നക ലൻ തസ്തതിയ മഅയ സബ്റാ. രണ്ടാം പ്രാവശ്യം അലം അഖുല്ലക ഇന്നക ലൻ തസ്തതിയ മഅയ സബ്റാ. നമ്മളെ ഭാഷയിലൊക്കെ നമ്മൾ പറയേണ്ടതാണ്. അമ്മ പറയും കുട്ടികളോട്, പോകണ്ടട്ടോ, പോകണ്ട, ഞാൻ എന്നോട് പോകണ്ട അറിഞ്ഞിരുന്നില്ലേ. പിന്നെ വീണ്ടും പോയാൽ എന്നോടല്ലേ ഞാൻ പറഞ്ഞത് പോകണ്ടെന്ന് ഒരു ശക്തിയാക്കി പറയാണ്. അത് അലം അഖുൽ ഇന്നക ലൻ തസ്തതിയ മഅയ സബ്റാ, എന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ല നിനക്ക് എൻ്റെ കൂടെ ക്ഷമിക്കാൻ കഴിയില്ല എന്ന്. പിന്നെ രണ്ടാം പ്രാവശ്യം വന്നപ്പോൾ എന്താ ചെയ്തു? അലം അഖുല്ലക, എന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ല ഇന്നക ലൻ തസ്തതിയ മഅയ സബ്റാ. ഒരു ശക്തി കൂട്ടാണ് ഒരു വാക്കിന്. അലം അഖുല്ലക ഇന്നക ലൻ തസ്തതിയ മഅയ സബ്റാ. എന്നോട് ഞാൻ ഇപ്പം ഈ അറബികളൊക്കെ സാധാരണ ഒരു തെറ്റായ കാര്യം ചെയ്താൽ അഖുല്ലക എന്ന്, അഖുല്ലക എന്നോടാ പറയേണ്ടത്. അതുകൊണ്ട് ഒരു ചിത്തറലാണ് അഖുല്ലക. അതാ അലം അഖുല്ലക ഇന്നക ലൻ തസ്തതിയ മഅയ സബ്റാ കാല. അപ്പോൾ ഏത് കേട്ടില്ല ഞാൻ. അതെ, നമുക്ക് ആ സാഹചര്യം ഖുർആൻ വിവരിച്ചു തന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ ചോദിച്ചത് നാട്ടുകാർ പ്രതികരിക്കൂലേന്നാ അല്ലേ?
ആ സാഹചര്യം നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ ഈ ചർച്ച ചെയ്തിട്ടുണ്ട് പൂർവികന്മാരൊക്കെ. അതായത് ഈ കുട്ടിയെ കൊന്നത് ഒരു പക്ഷേ ഇവർ രണ്ടാളും മാത്രമേ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ. അങ്ങനെ വരാൻ സാധ്യതയുണ്ടല്ലോ. ഇവരേതായിരുന്നാലും ആ നാട്ടുകാർ അറിയില്ല, ആ ഉറപ്പ്. ആ നാട്ടുകാർക്ക് ഇത് മൂസാ നബി ആണെന്നോ, അല്ലെങ്കിൽ കപ്പലിറങ്ങി വന്നൊരു കൂട്ടരാണല്ലോ, എവിടുന്നോ വന്ന് കപ്പലിറങ്ങി വന്ന ഒരു സംഭവമാണ്. ഇവർക്കിത് മൂസാ നബി ആണെന്നും മറ്റത് ഖിദർ അലൈഹി ഇസ്ലാം ആണെന്നൊന്നും അറിയില്ല. ഒന്ന്. പിന്നെ ഈ കുട്ടിയെ കൊന്നപ്പോൾ ആളുകൾ എന്തിനാ കൊന്നു ചോദിച്ചു. ഇവിടെ മറ്റുള്ളവർ ചോദിച്ചതായിട്ട് അറിഞ്ഞുകൂടാ, ഇവിടെ ഖുർആൻ വിവരിച്ചു തന്നിട്ടില്ല. നേരെ മറിച്ച് ഇദ്ദേഹം ചോദിച്ച, അതായത് ഈ കഥയുടെ ഈ ചരിത്രം ഫോക്കസ് ചെയ്യുന്നത് ഇവർ രണ്ടുപേരിൽ മാത്രമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ യൂഷാ ഇബ്നു നൂന് കൂടെ ഉണ്ടായിരുന്നു എന്ന്. പിന്നെ അദ്ദേഹം പോയി എന്നും പറയാൻ പറ്റൂല, അദ്ദേഹം ഈ കൂട്ടത്തിലുണ്ട് എന്നും പറയാൻ പറ്റൂല. ഇവരെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രധാനമന്ത്രിയും ഒരു 10 സ്റ്റാഫും കൂടി അമേരിക്കയിൽ പോകുമ്പോൾ റിപ്പോർട്ട് വരൽ പ്രധാനമന്ത്രി ഇത് പറഞ്ഞു, പ്രധാനമന്ത്രി ഇന്ന വിമാനത്തിൽ കയറി, പ്രധാനമന്ത്രി അവിടെ പോയി എന്നൊക്കെയാണ്. മറ്റൊരു കൂടെ ഉണ്ടായത് വിവരം പറയില്ല. കാരണം അദ്ദേഹത്തെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് ഭാഷയിൽ സാധാരണ ഉള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തെ 2 ആളെ, ഈ 2 നബിമാരെ മാത്രമാണ് ഈ ചരിത്രത്തിൽ എടുത്തു പറയുന്നത്. അവിടെ മറ്റുള്ളവർ ഈ ജനങ്ങൾ അത് പ്രതികരിച്ചോ അത് ചരിത്രത്തിലില്ല. ഒരുപക്ഷെ സ്വകാര്യമായിട്ടായിരിക്കാം, അരെന്തുമാവാം. അലം അഖുല്ലക ഇന്നക ലൻ തസ്ത. പിന്നെ മറ്റൊന്ന്, ഈ വിഷയകമായി ഖുർആൻ പറഞ്ഞു തന്ന അത് ഖുർആനിനോടുള്ള നമ്മുടെ ഒരു ബാധ്യതയും സലഫുകൾ പ്രതികരിച്ച അല്ലെങ്കിൽ സലഫുകൾ വിശദീകരിച്ച രൂപം എന്താണ്? ഒരു വിഷയത്തെപ്പറ്റി ഖുർആൻ വിശദീകരണം നമുക്ക് തന്നിട്ടില്ലെങ്കിൽ അവിടെ പറഞ്ഞിടത്ത് നിൽക്കുക. അതിൻ്റെ വിശദീകരണം നമുക്ക് ഊഹിക്കാം, അതായിരിക്കാം, ഇതായിരിക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ അവിടെ മറ്റാരും കണ്ടിട്ടില്ലായിരിക്കാം, നമുക്ക് ഊഹിക്കാം. പക്ഷേ അതാണ് ഇത് എന്ന് കൃത്യമായി പറയാൻ നമുക്ക് പാടില്ല. അപ്പോൾ ഖലഖ സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം, 6 ദിവസങ്ങളിലായി ആകാശഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. അതിന് വിശദീകരണം ഖുർആൻ ഓടിയും പറഞ്ഞിട്ടില്ല, സഹാബിമാരോ അത് ചോദിച്ചിട്ടുമില്ല. അതുകൊണ്ട് നബി അത് വിവരിച്ചു കൊടുത്തിട്ടുമില്ല. ഒരുപക്ഷെ ചോദിക്കാതിരുന്നതും വിവരിച്ചു കൊടുക്കാതിരുന്നതുമായിരിക്കാം അള്ളാഹുവിൻ്റെ ഖളാ. ഇനി നമ്മളത് സിത്തത്ത് അയ്യാം എന്ന് എങ്ങനെ എന്നുള്ളത് നമ്മൾ അത് ഖുർആനിലുള്ള ചില വിഷയങ്ങൾ നമ്മുടെ ഇബാരത്തുമായിട്ടോ നമ്മുടെ നിത്യജീവിതത്തിലെ അഹ്കാമുകളുമായിട്ടോ ബന്ധപ്പെടാത്ത വിഷയങ്ങൾ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുക. സബഅ സമാവാത്ത്, 7 ആകാശങ്ങളായി അള്ളാഹു സൃഷ്ടിച്ചു. അപ്പോൾ 7 ആകാശം എന്ന് പറഞ്ഞത് അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അത് എന്താണ്? അറ്റ്മോസ്ഫിയറും ടോപ്പോസ്ഫിയറും സിസ്മോസ്ഫിയറും ആണ്, അങ്ങനെ പോകുന്ന ഓരോരോ വായുമണ്ഡലങ്ങളാണ് എന്നുള്ളത് പലരും വ്യാഖ്യാനിക്കുകയും ഊഹിക്കുകയും ചെയ്തു. ഊഹത്തിന് നമ്മൾ അവർക്ക് നമുക്ക് പണ്ഡിതന്മാർക്ക് സമ്മതം കൊടുത്തു. മതപണ്ഡിതന്മാർ അല്ലെങ്കിൽ ശാസ്ത്രീയമായി ചിന്തിക്കുന്നവർക്ക് ഊഹിക്കാം. പക്ഷേ അള്ളാഹു പറഞ്ഞ 7 ആകാശം എന്ന് പറയുന്നത് ഇതാണ് എന്ന് നമുക്ക് വിധി പറയാൻ പാടില്ല. അതാണ് സലഫുകളായ ആളുകൾ സഹാബത്ത് മുതൽ സ്വീകരിച്ചൊരു വഴി. അങ്ങനെ പറഞ്ഞത് അവിടേക്ക് പോയതാണ് വഴി തരും. കാരണം അള്ളാഹുവിനെ വ്യാഖ്യാനിക്കുകയാണ്. അള്ളാഹു ഒരു കാര്യം പറഞ്ഞത് അത് ഇതാണ് എന്ന് എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ വ്യാഖ്യാനിക്കുകയോ മറ്റൊരു പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നതല്ല ശരി. ഒരു വിഷയം ഖുർആൻ പറഞ്ഞത് അതിൻ്റെ വിശദാംശം പറഞ്ഞാൽ വിശദാംശം നമുക്ക് കിട്ടും. അതിൻ്റെ വിശദാംശം പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പറ്റി വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ കുടുംബവും കാര്യങ്ങളും ഉണ്ടായ എല്ലാ നുറുക്കുകൾ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. നമ്മളത് മനസ്സിലാക്കുന്നു. എന്നാലോ മൂസാ നബി അലൈഹി സ്വലാമിനെ പറ്റിയും അത്ര നുറുക്കുകളില്ലെങ്കിലും ഫിറഔൻ്റെ കൊട്ടാരത്തിൽ വന്നതും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പഠിപ്പിച്ചു തന്നു. നേരെ മറിച്ച് ഇല്യാസ് നബി അലൈഹി സ്വലാമിനെ പറ്റി വളരെ കുറച്ചേ പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. അവിടെ നിർത്തി. ഇനി അവിടുന്ന് അങ്ങോട്ട് നമ്മൾ പോകേണ്ടതില്ല. ഇവിടെ അത്രയേ ഉള്ളൂ. അഖതൽത നഫ്സൻ സക്കിയത്തൻ, ഒരു നല്ല നഫ്സിനെ താങ്കൾ കൊന്നോ, ബിഗൈരി നഫ്സിൻ, മറ്റൊരു നഫ്സിനെ കൂടാതെ എന്ന് പറഞ്ഞാൽ അന്യായമായി, ലഖദ് ജീത ഷൈഅൻ നുക്ര, നിങ്ങൾ ചെയ്തത് മോശപ്പെട്ട കാര്യമാണ്.
ഇനി നമ്മളെ ഒരു ഇത് വെച്ച് ഒരു അങ്ങാടിയിൽ വെച്ച് കൊന്നു, അവിടെ ഒന്നും ഇല്ലല്ലോ, ആളുകളുടെ മുമ്പിൽ വെച്ച് കൊന്നു ഒന്നുമില്ല ഈ കുട്ടി കൊലപ്പം. ഒരു പക്ഷേ ഈ കൂട്ടത്തിൽ കളിക്കുകയായിരുന്നു എന്ന് പറയുന്ന മുഫസ്സിറുകൾ പോലും പിന്നെ മറ്റേ കളി, അപ്പോൾ കുട്ടികൾ ഒരാൾ വന്നിട്ട് ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാളെ കൊന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഇനി ചരിത്രത്തിൽ ഈ കുട്ടിൻ്റെ പേര് വരെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വ്യക്തമായി നബിയോ സഹാബത്തോ പഠിപ്പിച്ചാൽ അതൊക്കെ ബൈബിൾ കഥകളിൽ നിന്ന് മെനഞ്ഞുണ്ടാക്കിയ കാര്യങ്ങളാണ്. അത് പറയാനുള്ള അവകാശമുണ്ട്. അത് ഇതാണ് എന്ന് വിധി പറയാൻ നമുക്ക് പാടില്ല. അത്രയേ ഉള്ളൂ. ഇനി ഫന്തലക്ക, ഇനി വീണ്ടും അവിടുന്ന് പോയി. കാല ഇൻ സഅൽതുക, അപ്പോൾ ഖളിർ അലൈഹിസ്സലാം പറഞ്ഞു ഇൻ സഅൽതുക മൂസാ നബി അലൈഹി സ്വലാമാണ് പറയുന്നത്. കാല മൂസാ നബി പറഞ്ഞു ഇൻ സഅൽതുക, ഞാൻ ചോദിച്ചു, താങ്കളോട് ഞാൻ ഇനി ചോദിക്കുകയാണെങ്കിൽ, അൻ ഷൈഇൻ, വല്ലതിനെപ്പറ്റിയും, ബഅദഹ, ഇതിന് ശേഷം, രണ്ടെട്ടപ്പം ഏതെങ്കിലും ചോദിച്ച് ഇതായല്ലോ, ഇനി ഇതിന് ശേഷം, അതായത് പിന്നീട്, ഇനി എന്നർത്ഥം. ബഅദഹ എന്ന് പറഞ്ഞാൽ ഇനി എന്ന് പറഞ്ഞാൽ പിന്നീട് എന്നാണല്ലോ. ഇനി ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, ഫലാ തുസാഹിബ്നി, സാഹബ എന്ന് പറഞ്ഞാൽ കൂടെ കൂട്ടി, ലാ തുസാഹിബ്നി, താങ്കൾ എന്നെ കൂടെ കൂട്ടേണ്ടതില്ല. അപ്പം കൂടെ കൂടിയതാണല്ലോ, കൂടെ പോയതാ. ഇനി ആ വല്ലതും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ കൂടെ കൂട്ടണ്ട, എന്നെ പറഞ്ഞയച്ചാളി എന്നർത്ഥം, എന്നെ പിരിച്ചയക്കാം. ഫലാ തുസാഹിബ്നി ഖദ് ബലഗ്ത മിൻ ലദുന്നി ഉദ്റ, താങ്കൾ എന്നിൽ നിന്ന് ഉദ്റ് കണ്ടെത്തി, അങ്ങേയറ്റം ഉദ്റ് കണ്ടെത്തി. ബലഗ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം എന്നിൽ നിന്ന് നിങ്ങൾ ഉദ്റ് കണ്ടെത്തിയിട്ടുണ്ടല്ലോ. കാരണം ഒരു വട്ടവും രണ്ടു വട്ടവും അല്ല, ഇനി രണ്ടു വട്ടം തന്നെ ഉദ്റ് ഒരുപാട് കണ്ടില്ലേ. ബലഗ എന്ന് പറഞ്ഞാൽ താങ്കൾ എത്തി എന്ന് പറഞ്ഞാൽ കുറേ എത്തി. അത് ബലഗത്തമില്ലതിൻ്റെ ഉദ്റ, കുറേ ഉദ്റ് എന്നിൽ നിന്ന് നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾക്ക് എത്തിയല്ലോ, ഇനി നിങ്ങൾ എന്നെ കൂട്ടണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വീണ്ടും ക്ഷമിച്ചു. ഫന്തലക്ക, അവർ രണ്ടുപേരും പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വാക്ക്, ഈ ചരിത്രം പറഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞതായി ഹദീസിൽ കാണാം. മൂസാ നബി അലൈഹിസ്സലാം ക്ഷമിക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുമായിരുന്നു. പക്ഷെ ക്ഷമിച്ചില്ല, ക്ഷമിച്ചില്ല. അതാ ഫന്തലക്ക, അവർ രണ്ടുപേരും കൂടി പോയി. അങ്ങനെ പോയി. ഹത്താ ഇദാ അത്താ വന്നു, ചെന്നു. അത്തയാ, അവർ രണ്ടുപേരും ചെന്നപ്പോൾ, അഹ്ലുൽ ഖറിയത്ത്, ഒരു ഗ്രാമവാസികളുടെ അടുക്കൽ ചെന്നപ്പോൾ, ഇസ്തത്അമ, തഅമ എന്ന് പറഞ്ഞാൽ തിന്നൂന്ന, ഇസ്തത്അമ എന്ന് പറഞ്ഞാൽ തഅമ് ആവശ്യപ്പെട്ടു എന്ന്, അതാണ് തഅമ് ആവശ്യപ്പെട്ടു. ഇസ്തത്അമ, അവർ രണ്ടുപേരും ഭക്ഷണം ആവശ്യപ്പെട്ടു. അഹ്ലഹ, ആ ആളുകളോട്, നാട്ടുകാരോട്. അവർ എത്തിയപ്പോൾ സ്വാഭാവികമായും ഗ്രാമക്കാരോട് എന്തെങ്കിലും തരുമോ, ഞങ്ങളാകെ വിശന്നിരിക്കുകയാണെന്നും പറഞ്ഞ് ഇസ്തത്അമ അഹ്ലഹ, ആ ഗ്രാമവാസികളോട് തഅമ് ആവശ്യപ്പെട്ടു. ഫഅബൗ, അപ്പോൾ അവർ വിസമ്മതിച്ചു. അൻ യുളയ്യിഫൂഹുമ, ഇവർ രണ്ടാലെയും ലൈഫുകളാക്കാൻ. ലൈഫ് എന്ന് പറഞ്ഞാൽ അതിഥി, ലയ്യഫ എന്ന് പറഞ്ഞാൽ ആതിഥ്യം നൽകിയെന്ന്. അൻ യുളയ്യിഫൂഹുമ, ഇവർ രണ്ടുപേർക്കും സൽക്കാരം നൽകുവാൻ അബൗ, അവർ വിസമ്മതിച്ചു. അബാവസ്തക്ബറാന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഇബ്ലീസിനോട്, മലക്കുകളോടും സുജൂദ് ചെയ്യാൻ പറഞ്ഞു. മലക്കുകൾ സുജൂദ് ചെയ്തു. എന്നാൽ അവരുടെ കൂട്ടത്തിൽ ഇബ്ലീസ് ഉണ്ടായിരുന്നു, ജിന്ന് വർഗത്തിൽപ്പെട്ട. അവൻ വിസമ്മതിച്ചു. വസ്തക്ബറ, അഹങ്കരിച്ചു. അതിൻ്റെ ബഹുവചനമാണ് അബൗ, ആ നാട്ടുകാർ വിസമ്മതിച്ചു. അൻ യുളയ്യിഫൂഹുമാ, അവർ രണ്ടുപേരെയും യുളയ്യിഫു, ലൈഫായി സ്വീകരിക്കുവാൻ, അതായത് സൽക്കരിക്കുവാൻ വിസമ്മതിച്ചു. ഓരോന്നും കൊടുത്തില്ല. അങ്ങനത്തെ ഒരു പിശുക്കന്മാരെ നാടായിരിക്കും. അതാണ്. അവിടെയും ഒരുപാടുണ്ട്. എന്തുകൊണ്ട് അവർ വിസമ്മതിച്ചു? സാധാരണ രണ്ട് അതിഥികൾ വരുമ്പോൾ കൊടുക്കേണ്ടതല്ലേ? അപ്പോൾ അവർക്ക് ഇവരെ മനസ്സിലായിട്ടില്ല എന്നൊരു കാര്യം.
പിന്നെ എന്തുകൊണ്ടായി ഗ്രാമവാസികൾ വിസമ്മതിച്ചത് എന്നൊന്നും ഇവിടെ പറയുന്നില്ല. അബൗ അയ്യുളയിഫുഹുമ, ഇവർ രണ്ടുപേർക്കും സൽക്കാരം കൊടുക്കാൻ വിസമ്മതിച്ചു. അപ്പോൾ ഓല് പിന്നെ തിന്നില്ല. ഫവജദ, അങ്ങനെ അവർ വജദ കണ്ടു, അവർ രണ്ടുപേരും കണ്ടു ഫീഹ, ആ ഗ്രാമത്തിൽ. അപ്പോൾ വിസമ്മതിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് വീണ്ടും നടന്നു കാണും. നടന്നു പോകുന്നതിനിടയിൽ വജദ ഫീഹ ജിദാറൻ, ആ ഗ്രാമത്തിൽ ഒരു ജിദാറ് കണ്ടു. ജിദാറ് എന്ന് പറഞ്ഞാൽ മതിൽ, ചുമര്, രണ്ടിനും ജിദാറ് എന്ന് പറയും. ജിദാറ് രണ്ടിനും പറയും. നമ്മൾ സാധാരണ ചുമര് എന്ന് പറയുമ്പോൾ റൂഫ് ഉണ്ടായാൽ നമ്മൾ ചുമര് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ മതിൽ എന്ന് പറയും. ആണ് സാധാരണ നമ്മളൊരു ഭാഷയിൽ. അതാ ഞാനൊരു മതിൽ കെട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ മേലെ ഓടിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മേലെ നമ്മൾ റൂഫ് കെട്ടി എന്ന് പറയില്ല. നേരെ മറിച്ച് വീടിന് ചുമര് കെട്ടി എന്നാണ് പറയുക. രണ്ടും ഒരേ അർത്ഥം വ്യത്യാസമുണ്ടല്ലോ. എന്നാൽ ജിദാറ് എന്ന് ഖുർആനിൽ പറഞ്ഞാൽ അത് ഭൂമിയിൽ നിന്ന് പൊക്കി ഉണ്ടാക്കിയ വസ്തുക്കൾക്കൊക്കെ ജിദാറ് എന്ന് പറയും. അപ്പോൾ ജിദാറൻ ഒരു മതിൽ ആണ് ഇവിടെ, അവിടെയാണ്. ഫവജദ ഫിഹ ജിദാറൻ, ആ ഗ്രാമത്തിൽ ഒരു മതിൽ കണ്ടു. യുരീദു അൻ യൻഖല്ല, ഇൻഖല്ല എന്ന് പറഞ്ഞാൽ സഖത, അത് വീണു, പൊളിഞ്ഞു വീണു എന്നാണ്. ഇൻഖല്ല യുരീദു അൻ യൻഖല്ല, ആ മതിൽ പൊളിഞ്ഞു വീഴാറായിട്ടുണ്ട്. പൊളിഞ്ഞു വീഴാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു വീഴുന്നിടത്തെത്തിയിട്ടുണ്ട്. അതിന് മാത്രം ചെരിഞ്ഞു നിൽക്കുന്ന ഒരു മതിലാണ്. അതാ യുരീദു അൻ യൻഖല്ല, മതിൽ ഉദ്ദേശിക്കുമല്ലോ. പിന്നെന്താ, ആ മതിൽ കണ്ടാൽ വീഴാൻ പോകുന്ന മതിൽ. നമ്മൾ മലയാളത്തിൽ പറയും വീഴാൻ പോകുന്ന മതിൽ വീഴാൻ പോകലില്ലല്ലോ, പോകല് നമ്മളല്ലേ. അപ്പോൾ വീഴാൻ പോകുന്ന മതിൽ എന്ന് പറഞ്ഞ അർത്ഥത്തിലാണ് യുരീദു അൻ യൻഖല്ല, വീഴാൻ പോകുന്ന ഒരു മതിൽ കണ്ടു അവർ. അഖാമഹു, അഖാമ ഖദിർ അലൈഹിസ്സലാം അതിനെ അഖാമ നിവർത്തി. അഖാമഹു, ആ മതിലിനെ നിവർത്തി. അതെങ്ങനെ നിവർത്തിയത് എന്നുള്ളത് നമുക്ക് പഠിച്ചിട്ടില്ല. അത് പൊളിച്ച് വേറെ മതിൽ കെട്ടിയതാണ് എന്ന് ചരിത്രം. ആ മതിലൊക്കെ പൊളിച്ചുണ്ടാക്കി വീണ്ടും മണ്ണും കല്ലൊക്കെ വെച്ചിട്ട് നല്ല മതിൽ കെട്ടി കുറേ അധ്വാനിച്ചു എന്നതുണ്ട്. വേറെ ചരിത്രത്തിൽ കാണാം അത് അദ്ദേഹത്തിൻ്റെ മോചിതത്തായിരുന്നു. വീഴാൻ പോകുന്ന വലിയൊരു മതിൽ അദ്ദേഹം അങ്ങനെ കണ്ട് നിവർത്തി വെച്ചു, അത് അദ്ദേഹത്തിൻ്റെ മോചിതത്തായിരുന്നു എന്നും കാണാം. ഖുർആൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, അഖാമഹു, അതിനദ്ദേഹം നിവർത്തി. അതിനെ പൊളിച്ച് നമ്മളൊക്കെ മതിൽ വെക്കേണ്ട മാതിരി മതിൽ വെച്ചാലും അഖാമ എന്ന് പറയാം. അതല്ല, ഒരു പ്രവാചകൻ നമ്മൾക്ക് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ വീഴാൻ പോകുന്ന മതിലിനെ അങ്ങനെ തന്നെ ഉന്തികാണ്ട് നേരെയാക്കി അതങ്ങനെ നിർത്തിയാലും അഖാമ എന്ന് പറയാം. അത് രണ്ടു ചെയ്താലും ഒന്ന് അദ്ദേഹം പ്രവാചകനാണ്, മോചിതത്വം ചെയ്തു എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് മതിലിനെ പൊളിച്ച് നന്നാക്കി എന്ന് രണ്ടും പറയാം. അഖാമഹു, ആ മതിലിനെ അദ്ദേഹം നിവർത്തി. അപ്പോൾ മൂസാ നബിക്ക് അതിൽ ഒരു ചോദ്യം, എന്തേ ഭക്ഷണം ചോദിച്ചിട്ട് കൊടുത്തില്ല, പിന്നെ ആ നാട്ടിലുള്ള ഒരു മതിൽ വെറുതെ നന്നാക്കാൻ പോണോ? അതാണ് കാല. അപ്പോൾ മൂസാ നബി ചോദിച്ചു, ലൗ ശിഇത ഷാ ഇൻഷാ അല്ലാ, ലൗ ശിഇത, താങ്കൾ വിചാരിച്ചാൽ ഉദ്ദേശിച്ചാൽ, ലത്തഖർത, താങ്കൾക്ക് സ്വീകരിക്കാമായിരുന്നല്ലോ, അലൈഹി, ആ വിഷയത്തിൽ, അജ്റൻ, ഒരു കൂലി സ്വീകരിക്കാമായിരുന്നില്ല. അജ്ർ എന്ന് പറഞ്ഞാൽ ലഹും അജ്റുൻ അദീം എന്ന് പറയാലോ, വമ്പിച്ച കൂലിയുണ്ട്, അതാണ് കൂലി. ഗൾഫിലൊക്കെ പോയവർക്കറിയാം, വണ്ടിൻ്റെ മുമ്പിൽ ഉജ്റ എന്ന് എഴുതി വെച്ചാൽ അത് ടാക്സിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഉജ്റ എന്ന് വലുതാക്കി എഴുതി കാണാം വണ്ടിൻ്റെ മേലെ അല്ലെങ്കിൽ സൈഡിലോ. ഉജ്റ, അജ്ർ എന്ന് പറഞ്ഞാൽ കൂലിയാണ്. ഉജ്റ എന്ന് പറഞ്ഞാൽ കൂലിക്ക് ഓടേണ്ടത്, ടാക്സി എന്നർത്ഥം. അപ്പോൾ ലത്തഖർത അലൈഹി അജ്റ, നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്കൊരു കൂലി വാങ്ങിക്കൂടെയെന്നോ? അതാണ് കാരണം. ഈ മതിൽ ഞാൻ നന്നാക്കി തരാം, ഇവിടെ വീഴാൻ പോവുകയാണ്, ദാരിദ്ര്യ മതിൽ, ഈ ഞാൻ നന്നാക്കി തരാം, എനിക്കതിനൊക്കെ സാധിക്കും എന്ന് പറഞ്ഞിട്ട് അതിന് കായ് വാങ്ങിക്കൂടെയെന്നോ? നമുക്ക് ഭക്ഷണം തന്നില്ലോ, അപ്പം എന്നാൽ കൂലി വാങ്ങിക്കൂടെ ഓലെടുത്തുനിന്ന്? ഭക്ഷണം തരാത്ത പിശുക്കന്മാരോട് വെറുതെ തന്നെ ഓൽക്ക് ഈ മതിൽ നന്നാക്കി കൊടുത്തു എന്നാണ് മൂസാ നബി സഹി കെട്ട് ചോദിക്കുന്നത്. കാരണം ന്യായമായ ഒരു കാര്യമാണ് ചോദിച്ചത്. കാല, അപ്പോൾ ഖദിർ അലൈഹിസ്സലാം പറഞ്ഞു, ഹാദാ ഫിറാഖ്, ഇത് നമ്മുടെ ഫിറാഖാണ്. ഫിറാഖ് പറഞ്ഞാൽ വേർപാട്. ബൈനീ വബൈനക, എൻ്റെയും താങ്കളുടെയും ഇടയിലുള്ള വേർപാടാണിത്, ഇനി സഹിക്കാൻ കഴിയൂല.
അപ്പോഴാണ് നബി പറഞ്ഞത്, മൂസാ നബി ഒന്നുകൂടി ശ്രമിച്ചണമെങ്കിൽ കുറേ വിവരം കൂടിയും നമുക്ക് കിട്ടുമായിരുന്നു. ഇനി ഇതുവരെ മൂസാ നബിക്ക് അറിയാതെ, നമുക്ക് പിന്നെ പണ്ടേ അറിയേണ്ടതുകൊണ്ട് ഇതിങ്ങനെ വായിച്ച് പഠിച്ചുകൊണ്ടും കേട്ടതുകൊണ്ടൊക്കെ നമുക്കറിയാം എന്താ സംഭവം. പക്ഷേ മൂസാ നബിക്ക് ഇതൊന്നും അറിയില്ല. മൂസാ നബി ആദ്യമായിട്ട് കാണുകയാണല്ലോ. ഭക്ഷണം കൊടുക്കാത്ത ജനങ്ങളുടെ നാട്ടിലുള്ള മതിൽ നിവർത്തി കൊടുക്കുന്നു, ഒരു കുട്ടിയെ, നിരപരാധിയായ കുട്ടിയെ കൊല്ലുന്നു, ഒരു പാവപ്പെട്ട മിസ്കീന്മാരുടെ കപ്പൽ അത് പൊളിച്ചിട്ട് ഒരു പലകെടുത്ത് പൊളിച്ച് കേടെടുത്തുന്നു. എന്താണിതെന്ന് മൂപ്പർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ മൂപ്പർ പറയാം, ഹദാ ഫിറാഖു ബൈനി വ ബൈനിക, ഇത് നിൻ്റെയും എൻ്റെയും ഇടയിലുള്ള ഫിറാഖാണ്, അതായത് വേർപിരിയാൻ സമയമായി. സഉനബ്ബിഉക നബ്ബഅ യുനബ്ബിഉ അനിന്നബഇൽ അലീം, വാർത്ത എന്നാണ്. നബ്ബഅ എന്ന് പറഞ്ഞാൽ ഒരു വർത്തമാനം പറഞ്ഞു കൊടുത്തു എന്നാണ്. നബ്ബ് വാർത്ത, നബ്ബ് എന്ന് പറഞ്ഞാൽ വാർത്ത, അംബാ വാർത്തകൾ. വഖാലത്തുൽ അംബാ സൗദിയ എന്നുണ്ട്, സൗദി വാർത്താ ഏജൻസി. നമ്മളെ റോയിട്ടർ എന്നൊക്കെ പറഞ്ഞ മാതിരി വക്കാലത്തുൽ അംബാ സൗദി. അതുകൊണ്ട് തന്നെ അവിടുത്തെ പത്രങ്ങളിൽ റിപ്പോർട്ട് വരുമ്പോൾ കാണാം വാസ്, വാസ് 3 അക്ഷരം, വാവ് വക്കാലത്ത്, അംബാ അതിൻ്റെ ഇതാണ് ചുരുക്കപ്പേരാണ്, അംബാ അലിഫ് സൗദിയ വാസ്. അപ്പോൾ അംബാ വാർത്തകളാണ്. സഉനബ്ബിഉക, നിനക്ക് ഞാൻ വാർത്തകൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞാൽ വിവരം പറഞ്ഞു തരാം. എന്താ ഇപ്പോൾ വിവരം? ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ബിത്തഅ്വീലി മാലം തസ്തതിഅ അലൈഹി സബ്റ, തഅ്വീല് പറഞ്ഞുതരാം. തഅ്വീല് പറഞ്ഞാൽ വ്യാഖ്യാനം. ബിത്തഅ്വീലി മാ, ചില കാര്യങ്ങളുടെ വ്യാഖ്യാനങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ലം തസ്തതിഅ അലൈഹി സബ്റ, നിനക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളുടെ ആ നബഅ, ആ വിവരം ഞാൻ നിനക്ക് പിന്നീട് പറഞ്ഞു തരാം. നമ്മളേതായാലും പിരിയല്ലേ, അപ്പോൾ എനിക്ക് അറിയാത്ത ചില വിവരങ്ങൾ എനിക്ക് അറിയുന്നുള്ളത് പഠിക്കാനല്ല വന്നത്, അതിനേക്കാളും എനിക്കറിയാം, ഞാൻ പറഞ്ഞുതരാം. എന്താണ്? അമ്മസ്സഫീനത്തു, അപ്പോൾ കപ്പൽ, ഫകാനത്ത് ലി മസാക്കീന, ആ കപ്പൽ ലി മസാക്കീൻ, മിസ്കീന്മാരുടേതായിരുന്നു. ഫകാനത്ത് ലി മസാക്കീന, അത് കുറച്ച് മിസ്കീന്മാർക്കുള്ളതായിരുന്നു, സാധുക്കൾക്കുള്ളതായിരുന്നു. അവരെന്ത് ചെയ്തു? ആരാണ് സാധുക്കൾ? യഅ്മലൂന ഫിൽ ബഹരി, അമില യഅ്മലു, യഅ്മലൂന അവർ തൊഴിലെടുക്കുന്നു, ഫിൽ ബഹരി സമുദ്രത്തിൽ തൊഴിലെടുക്കുന്ന കുറച്ച് മിസ്കീന്മാർക്കുള്ളതാണ് കപ്പൽ. എന്തായിരിക്കും തൊഴിൽ? ചിലപ്പോൾ മീൻ പിടിക്കാനുള്ള കപ്പൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അന്നത്തെ ഒരു തോണിയൊക്കെ ആവും അത്. അപ്പോൾ അത് മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആളെ കൊണ്ടുപോകുന്ന കടത്തു തോണിയായിരിക്കാം, കടത്തുകപ്പലായിരിക്കാം. അപ്പോൾ ലി മസാക്കീന യഅ്മലൂന ഫിൽ ബഹരി, സമുദ്രത്തിൽ ജോലി ചെയ്യുന്ന കുറച്ച് മിസ്കീന്മാർക്കുള്ളതാണ് കപ്പൽ. ഫഅറത്തു, അപ്പോൾ ഞാൻ വിചാരിച്ചു, അൻ അഈബഹ, അഈബ അയിബുണ്ടാക്കാൻ. അയിബ് എന്ന് പറഞ്ഞാൽ അമോരിക്കൊരു അയിബുണ്ട് എന്നറിയില്ല. അയിബ് പറഞ്ഞാൽ ഒരു വൈകല്യം. അഈബഹ, ആ കപ്പലിനൊരു അയിബ് ഉണ്ടാക്കാൻ ഞാൻ വിചാരിച്ചു. നല്ല കപ്പലാണ്, പക്ഷെ അതിനൊന്ന് ഒരു പലക പൊളിച്ച് ഒരു ഓട്ടം ഉണ്ടാക്കിയിട്ട് ആ കപ്പലിനൊരു കേട് വരുത്താൻ, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഫഅറത്തു അൻ അഈബഹ, ആ കപ്പൽ കേട് വരുത്താൻ ഞാൻ ഉദ്ദേശിച്ചു. എന്താണത്? വകാന വറാഅഹും മലിക്കുൻ, അവരുടെ പിന്നിൽ, അവരുടെ എന്ന് പറഞ്ഞാൽ അഹ്ലുസ്സഫീനത്ത് ലി തുഗ്രിക അഹ്ല എന്ന് പറഞ്ഞാൽ ആ കപ്പലും ആ മിസ്കീന്മാരുടെ വറാഅഹും, അവരുടെ പിന്നിൽ ഒരു രാജാവുണ്ട്. അതായത് അവരിങ്ങനെ പോകുമ്പോൾ ഒരു രാജാവ് അവിടെ ഉണ്ട്. അവരുടെ പിന്നിൽ എന്ന് പറഞ്ഞാൽ പിൻഭാഗത്ത് എന്നല്ല, പിന്നീട് അവരൊരു രാജാവിനെ കാണാൻ പോകുന്നുണ്ട്. യഅ്ഖുദു കുല്ല സഫീനത്തിൻ, അദ്ദേഹം എല്ലാ കപ്പലുകളും ഓസ്ബൻ കൊള്ളയായി പിടിച്ചെടുക്കും. അങ്ങനത്തെ ഒരു രാജാവുണ്ട്. അപ്പോൾ എല്ലാ കപ്പലുകളും കൊള്ള നടത്തുന്ന, വസബ എന്ന് പറഞ്ഞാൽ കൊള്ളയടിച്ചു, ഗാസിബ് കൊള്ളക്കാരൻ, മഗ്സൂബ് കൊള്ള ചെയ്യപ്പെട്ടവൻ എന്നൊക്കെയാണ്. അപ്പോൾ യഅ്ഖുദു കുല്ല സഫീനത്തിൻ വസ്ബ, എല്ലാ കപ്പലുകളും കൊള്ളയടിക്കുന്ന, കൊള്ളയായി പിടിച്ചെടുക്കുന്ന, കപ്പൽ പിടിച്ചെടുക്കുന്ന, കപ്പലിലുള്ള ആളുകളെ കൊള്ളയടിക്കല്ല, കപ്പൽ, നല്ല കപ്പൽ കണ്ടാൽ അത് പിടിച്ചെടുക്കുന്ന ഒരു രാജാവ് അപ്പുറത്ത് പിന്നീട് അവർക്ക് പിന്നാലെ വരാനിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കീഴെത്തിയത്. അപ്പോൾ എന്താ ഇന്ന് നമുക്ക് മനസ്സിലായത്?
കേട് എന്നതിനെ അയാൾ പിടിച്ചെടുക്കൂല. ഇറ്റങ്ങൾ ഈ കപ്പൽ കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പം നല്ല കപ്പലാണ്. നല്ല കപ്പൽ കണ്ടാലൊക്കെ ഇവർ ഈ ചങ്ങാതി രാജാവ് പിടിച്ചെടുക്കും, അക്രമിയായ രാജാവ്. എന്നാൽ ഇത് പലകൊക്കെ പൊളിഞ്ഞ കപ്പലാണ്, ഈ പോയിക്കോട്ടെ, അത് നമുക്ക് വേണ്ട എന്ന് പറയും. അപ്പോൾ മൂസാ നബിക്ക് ന്യായം പിടികിട്ടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ആ പലക കീറിയത് ശരി തന്നെയായിരുന്നു. കപ്പൽ പലക കീറിയിട്ടില്ലായിരുന്നുവെങ്കിൽ, പലക എടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ആ കപ്പൽ ആ രാജാവ് പിടിച്ചെടുക്കുമെന്ന്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കപ്പലിൻ്റെ പലക എടുത്തത് വെള്ളം കയറാൻ പറ്റുന്ന രൂപത്തിലുള്ള സ്ഥലത്തല്ല. എന്നാൽ ഒറ്റ നോട്ടത്തിൽ പൊളിഞ്ഞ കപ്പലാണെന്ന് തോന്നിക്കുന്ന സ്ഥലത്തിൽ നിന്നായിരിക്കണം അദ്ദേഹം പലക പൊളിച്ചത്. അതൊരു പൊളിയൻ കപ്പൽ. ഓരോരുത്തും ഇങ്ങനെ പലക ഉണ്ടില്ലേ, അതിങ്ങനെ ഇളകിക്കുണ്ടാകും, ഇങ്ങനെ അവിടെ കാണില്ല. അപ്പോൾ മറ്റോടത്തൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും, അത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് രാജാവ് ഒഴിവാക്കും. അപ്പോൾ മൂസാ നബിക്ക് ഈ വിവരം അറിയില്ലോ. ഇങ്ങനെ ഒരു സംഭവം അല്ലാഹു തആല, ഒരു രാജാവുണ്ട്, നമ്മൾ ഇറങ്ങിയാൽ പിന്നെ കപ്പൽ പോകുന്നിടത്ത് ഒരു രാജാവുണ്ട്, നല്ല കപ്പലുകളൊക്കെ പിടിച്ചെടുക്കുന്ന രാജാവുണ്ട്, നല്ല നാണയം പിടിച്ചെടുക്കും. എന്നാൽ ഇറ്റങ്ങൾ മിസ്കീന്മാരല്ലേ, ഓല് ഇതുകൊണ്ട് ജീവിച്ചോട്ടെ. അപ്പം രാജാവിന് പിടിക്കാൻ തോന്നാതിരിക്കണമെങ്കിൽ ഈ കപ്പൽ പൊളിയണം. അപ്പം മൂസാ നബിക്ക് കിട്ടാത്തൊരറിവാണ്, അത് പറഞ്ഞു കൊടുത്തു. ഇനി അമ്മൽ ഗുലാമു, പിന്നെ കുട്ടിയെ കൊന്ന വിഷയമാണ്. അപ്പോൾ കുട്ടി ഫകാന അബവാഹു മുഅ്മിനൈനി, കുട്ടിയുടെ അബവാഹു എന്ന് പറഞ്ഞാൽ രണ്ട് വാപ്പ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ, രക്ഷിതാക്കൾ എന്നർത്ഥം. കുട്ടിയുടെ മാതാപിതാക്കൾ ഖാന അബവാഹു മുഅ്മിനൈനി, രണ്ടുപേരും വിശ്വാസികളായിരുന്നു. ഫഖശീന, അപ്പോൾ നാം ഭയപ്പെട്ടു, അൻ യുർഹിഖഹുമാ, അതാണ് ലാ തുർഹിഖ്നി എന്ന് പറഞ്ഞല്ലോ. എന്തേ ലാ തുർഹിഖ്നീൻ്റെ അർത്ഥം? നിങ്ങൾ എന്നെ പ്രയാസപ്പെടുത്തരുത്. അൻ യുർഹിഖഹുമാ, ഈ കുട്ടി അവർ രണ്ടുപേരെയും പ്രയാസപ്പെടുത്തുമെന്ന് നാം ഭയപ്പെട്ടു. തൊയ്യാനൻ, അതിക്രമം കൊണ്ടും, വകുഫ്റൻ, സത്യനിഷേധം കൊണ്ടും മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുമെന്ന് നാം ഭയപ്പെട്ടു. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് അള്ളാഹ് അറിവ് കൊടുത്തിട്ടുണ്ട്. ഈ കുട്ടി വലുതായാൽ ഈ മോമിനീങ്ങളായ മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, ഓൽക്ക് അതിക്രമം ഉണ്ടാക്കി, അവരെ കുഫറിലേക്കും അതിക്രമത്തിലേക്കും ഈ കുട്ടി കൊണ്ടുപോകും. അപ്പം രണ്ട് മോമിനീങ്ങളായ ഉപ്പിയും ഉമ്മയും ഈ കുട്ടിനെ കൊണ്ട് കേടാവും, കുഫറിലേക്കും അതിക്രമത്തിലേക്കും പോകും, അവർക്ക് നാശമുണ്ടാകും ഈ കുട്ടി ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്ന് നാം ഭയപ്പെട്ടു എന്നാണ്. അപ്പോൾ അല്ലാഹു തആല, മുഫസ്സിറുകൾ പറയുന്നത്, അല്ലാഹു തആല ഈ കുട്ടി വലുതായാൽ ഉണ്ടാകാവുന്ന ഒരു ദുരന്തത്തെ ഖിദർ നബി അലൈഹിസ്സലാമിന് വഹി അറിയിച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ട് ഈ കുട്ടി വലുതാകയാൽ കൊല്ലപ്പെടാൻ അർഹനാകുന്ന കുറ്റം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ ഖിദർ അലൈഹിസ്സലാം കൊന്നു. ഇത് മൂസാ നബിയുടെ ശരീഅത്തിൽ ഇല്ലാത്തതാണ്. അതായത് വരാൻ പോകുന്ന ഒരു കുട്ടി അക്രമിയും കൊലപാതകിയും നിഷേധിയുമായി മാറും. അതുകൊണ്ട് ഇപ്പം തന്നെ ആ കുട്ടീനാണ് കൊല്ലണം എന്നത് ശരീഅത്തു തൗറാത്തിൽ ഇല്ലാത്തതാണ്. എന്നാൽ ഖദിർ അലൈഹി സ്വലാമിന് അള്ളാഹു അത് അറിയിച്ചു കൊടുക്കുകയും അതിനുള്ള കൽപ്പന കൊടുക്കുകയും ചെയ്തു. കൊല്ലാൻ പാടില്ല, നിരപരാധിയായ കുട്ടിയെ കൊല്ലാൻ പാടില്ല എന്ന് അള്ളാഹു തആല ശറഅ് നിയമമായി നിയമിച്ച അതേ അള്ളാഹു തന്നെയാണ് ഈ കുട്ടിയെ കൊല്ലണം എന്നും നിയമം പറഞ്ഞത്. അവിടെയാ പ്രശ്നം. ആ കുട്ടീനെ ഖിദർ അലൈഹി സ്വലാം കൊല്ലാൻ പാടുണ്ടെന്നോ? അത് ശരിയല്ലല്ലോ. അപ്പോൾ ഖിദർ അലൈഹി സ്വലാം ചെയ്തത് അള്ളാഹുവിൻ്റെ വഹി പ്രകാരമാണ്. കൊലപാതകം പാടില്ല എന്ന് അള്ളയാണ് പറയുന്നത്. എന്നാൽ പാടുണ്ട് എന്നും പറഞ്ഞത് അള്ളയാണ്. ഇവിടെ പാടുണ്ട്, കൊല്ലണം എന്ന് അള്ളയാണ് കൽപ്പിച്ചത്. എന്നാൽ മറ്റേ ശരീഅത്തിൽ കൊല്ലണ്ടെന്ന് അള്ളയാണ് കൽപ്പിച്ചത്. അപ്പോൾ അവിടെ യാതൊരു വൈരുദ്ധ്യവും വരാനില്ല. അത് ഖിദർ നബി അലൈഹി സ്വലാമിന് അള്ളാഹു അറിയിച്ചു കൊടുത്തു. ഫഖശീന, അപ്പോൾ നാം ഭയപ്പെട്ടു, അൻ യുർഹിഖഹുമാ, ആ മാതാപിതാക്കളെ പീഡിപ്പിക്കും, പ്രയാസപ്പെടുത്തും, തൊയ്യാനൻ, അതിക്രമത്താലും, വകുഫ്റൻ, നിഷേധത്താലും പ്രയാസപ്പെടുത്തും എന്ന് നാം ഭയപ്പെട്ടപ്പോൾ ഭാവിയിൽ കൊല്ലപ്പെടേണ്ട
കുറ്റം ചെയ്യാവുന്ന കുട്ടിയെ ഇപ്പോൾ തന്നെ അള്ളാഹു പറഞ്ഞതനുസരിച്ച് ഖിദർ അലൈഹിസ്സലാം കൊന്നു. അപ്പോൾ മൂസാ നബിക്ക് കിട്ടാത്തൊരു വലിയ ഭാവിയെ പറ്റിയുള്ള അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഒരു ഇൽമാണ്. വഅല്ലംനാഹു മിൻ ലദുന്നി ഇൽമ, എൻ്റെ അടുക്കൽ നിന്ന് ചില അറിവുകൾ ഞാൻ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ അറിവാണിത്. മൂന്നാമത്തേത് ഫഅറദ്ന, അപ്പോൾ നാം ഉദ്ദേശിച്ചു അൻ യുബ്ദിലഹുമ, ആ റബ്ബ് അവർക്ക് റബ്ബുഹുമ, അവരുടെ ആ മാതാപിതാക്കളുടെ റബ്ബ് അവർക്ക് പകരമാക്കി കൊടുക്കുമെന്ന് നാം വിചാരിച്ചു. ഖൈറം മിൻഹു, ഈ കുട്ടിയേക്കാളും ഉത്തമനായിട്ടുള്ള, സകാത്തൻ വിശുദ്ധിയാൽ ഉത്തമനായിട്ടുള്ള, വ അഖ്റബു റഹ്മ, ഏറ്റവും അടുത്ത കാരുണ്യമുള്ളവനുമായ ഒരു കുട്ടിയെ പകരമാക്കി കൊടുക്കുമെന്ന് നാം വിചാരിച്ചു. ആ വിചാരിച്ചത് അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ടാണ്. അപ്പോൾ ഈ കുട്ടിയെ നീ കൊന്നോ, ആ മാതാപിതാക്കൾക്ക് ഈ കുട്ടിയേക്കാളും നല്ല റഹ്മത്തുള്ള, കാരുണ്യമുള്ള മാതാപിതാക്കളോട് റഹ്മത്ത് ചെയ്യുന്ന, സകാത്ത് വിശുദ്ധി ചെയ്യുന്ന ഒരു കുട്ടിയെ ഞാൻ കൊടുക്കും എന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊന്നത്. അതാ ഫഅറദ്ന അൻ യുബ്ദിലഹുമ, നാം വിചാരിച്ചു അൻ യുബ്ദിലഹുമ, അവർ രണ്ടുപേർക്കും പകരമാക്കി കൊടുക്കാൻ, ബദലാക്കി കൊടുക്കാൻ, റബ്ബുഹുമ, അവരുടെ റബ്ബ്, ഖൈറം മിൻഹു സകാത്തൻ, ഈ ഇവനേക്കാളും സകാത്ത് എന്ന് പറഞ്ഞാൽ വിശുദ്ധിയാൽ ഉത്തമനായ. സകാത്ത് എന്നുള്ള വാക്ക് നമ്മൾ സാങ്കേതികമായി അങ്ങനെയാണെങ്കിലും ധനത്തിൻ്റെ വിശുദ്ധിയാണല്ലോ. സകാത്തിൻ്റെ പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ പണം മുഴുവനും അവിശുദ്ധമാകും, ഹറാമാകും. ആ സക്കാത്താണ് കൊടുത്താൽ എല്ലാം വിശുദ്ധിയാവും. അതാണ് ആ പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഖൈറം മിൻഹു സക്കാത്തൻ, ഇവനേക്കാളും സക്കാത്തുള്ള, വിശുദ്ധിയുള്ള ഒരു കുട്ടിയെ, ഉത്തമനായ കുട്ടിയെ പകരമാക്കാൻ, വ അഖ്റബു, ഏറ്റവും അടുത്തവനും, റഹ്മത്ത് കൊണ്ട് അടുത്തവനും, മാതാപിതാക്കളോട് റഹ്മത്ത് ചെയ്തുകൊണ്ട് കൂടുതൽ അടുത്തു വരുന്ന, അടുപ്പമുള്ള കുട്ടി ഉണ്ടാവാൻ ഞാൻ ഉദ്ദേശിച്ചു. അള്ളാഹ് അങ്ങനെ വിചാരിച്ചപ്പോൾ അതിന് വേറെ കുട്ടി ഉണ്ടായിക്കോളും എന്ന് വിചാരിച്ചാണ് കൊന്നത്. അപ്പോൾ മൂസാ നബിക്ക് അതിൻ്റെ പിടി കിട്ടി. ഇത് പ്രത്യേകമായ വഹിയാണ്, എനിക്കറിയാത്ത വിവരമാണ് എന്ന്. ഇനി മൂന്നാമത്തേത് അമ്മൽ ജിദാർ. ഇനി ആ ചുമരിൻ്റെ കാര്യം. ഫക്കാന, ആ ചുമര് ലി ഗുലാമൈനി യതീമൈനി, അനാഥകളായ 2 ഗുലാം കുട്ടികൾക്കുള്ളതായിരുന്നു. അനാഥകളായ 2 കുട്ടികൾക്കുള്ളതായിരുന്നു. ഈ ആദി മൊയ്ജിസത്തുകളും അതുപോലെ ബുദ്ധിക്ക് കൊള്ളാത്ത കാര്യങ്ങളെയും വ്യാഖ്യാനിക്കുന്ന ആളുകൾ ഈ കുട്ടി ഗുലാമാണ്, ആ ഗുലാം എന്ന് പറഞ്ഞാൽ യുവാവിനെയാണ് കൊന്നത് എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്താ പറഞ്ഞാൽ ചെറിയ കുട്ടിനെ, തെറ്റ് ചെയ്യാത്ത ഒരു കുട്ടിനെ കൊല്ലാൻ പാടുണ്ടോ? അത് പാടില്ലല്ലോ. അതായത് നമ്മളെ ശരീഅത്തനുസരിച്ച് അവർ ചിന്തിച്ചു, ചില ആധുനിക വ്യാഖ്യാതാക്കൾ, നമ്മളെ ശരീഅത്തനുസരിച്ച് ഗുലാമൻ സക്കിയൻ, ഒരു വിശുദ്ധനായ നിരപരാധിയായ കുട്ടിയെ കൊല്ലാൻ പാടില്ലല്ലോ. അപ്പോൾ ഖിദർ അലൈഹിസ്സലാം ആ കുട്ടീനെ കൊന്നു പറഞ്ഞതോ? അപ്പോൾ ഗുലാം എന്ന് പറഞ്ഞാൽ ഒരു യുവാവാണ് എന്നാണ് അവരാണ്ട് വിധി എഴുതി. തൽക്കാലം അവിടുന്ന് രക്ഷപ്പെടുന്നത്. അപ്പോൾ യുവാവിനെ കൊന്നു, അത് മോശപ്പെട്ട യുവാവാണ്, വൃത്തികെട്ടവനാണ്, അപ്പോൾ അവനെ കൊല്ലേണ്ടതാണ്. അപ്പോൾ അതിലൊരു മോചിതത്തിൻ്റെ വിഷയമൊന്നുമില്ല. ഒരു പ്രവാചകൻ ഒരു മോശപ്പെട്ട ചെക്കനെ കണ്ടു, ഒരു യുവാവിനെ കണ്ടു, അവനെ കൊന്നു. അപ്പോൾ ഇതിനാണ് ഇവിടെ എത്തുമ്പോൾ പോലും മിണ്ടാതെ പോകും. എന്താണ്? ഗുലാമൈനി യതീമൈനി, യതീമായ 2 കുട്ടികൾ, യതീമായ 2 യുവാക്കൾ എന്ന് പറയാൻ പറ്റുമല്ലോ. യുവാക്കൾ എങ്ങനെ യതീമ കുട്ടികളാകുക? അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളൊക്കെ യതീമകളായിരിക്കും. അപ്പോൾ അത് കുട്ടി തന്നെയാണ്, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പുള്ള കുട്ടി തന്നെയാണ്. അപ്പോൾ വാമൽ ഗുലാം, അപ്പോൾ കുട്ടി മതിൽ, വാമൽ ജിദാറു ഫക്കാന ലി ഗുലാമൈനി യതീമൈനി, അനാഥകളായ 2 ഗുലാമുകൾക്ക്, കുട്ടികൾക്കുള്ളതായിരുന്നു ആ മതിൽ. ഫിൽ മദീനത്തി, പട്ടണത്തിലാണ് ആ മതിൽ, പട്ടണത്തിലുള്ള മതിലാണ്. വക്കാന തഹ്തഹു, അതിൻ്റെ താഴത്ത്, തഹ്ത എന്ന് പറഞ്ഞാൽ താഴത്ത്, അതിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നു കൻസുല്ലഹുമ, അവർ 2 പേർക്കുമുള്ള ഒരു നിധി ഉണ്ടായിരുന്നു. ഈ നിധി എന്താന്നുള്ളത് ഖുർആനോ ഹദീസോ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ചില വ്യാഖ്യാനങ്ങളിൽ, ഖുർആൻ വ്യാഖ്യാനങ്ങളിൽ മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ഈ കുട്ടികൾക്ക് വേണ്ട
ഉപദേശങ്ങൾ ഒരു ഫലകത്തിൽ എഴുതി ആ പിതാവ് സൂക്ഷിച്ചതായിരുന്നു. അതല്ല, നിധി എന്ന് പറയുമ്പോൾ, കൻസ് എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥ കുട്ടികളുടെ സ്വത്ത് തന്നെയായിരുന്നു എന്നും കാണാം. എന്തോ ആവട്ടെ, അള്ള പറഞ്ഞത് കൻസ്, ഒരു നിധി, ഒരു വിലപ്പെട്ട വസ്തു അതിൻ്റെ ചോട്ടിലുണ്ട്. ലുഹ്മ വക്കാന അബൂഹുമാ സ്വാലിഹൻ, അവർ രണ്ടുപേരുടെയും മാതാപിതാക്കൾ സാലിഹി, പിതാവ് സാലിഹൻ, സാലിഹായ ഒരു മനുഷ്യനായിരുന്നു. ഫഅറാദ റബ്ബുക, അപ്പോൾ നിന്റെ റബ്ബ് വിചാരിച്ചു. ധാര പറയുന്നത് ഖിദർ അലൈഹിസ്സലാം മൂസാ നബിയോട് പറയാണ്, ഞാൻ ആ മതിൽ നന്നാക്കിയത് എന്താ അറിയോ? അറാദ റബ്ബുക, നിന്റെ റബ്ബ് വിചാരിച്ചു, അൻ യബ്ലുഗ, ആ കുട്ടികൾ ബാലിഗീങ്ങളാവണം, അശുദ്ധഹുമ, അവരുടെ പ്രായപൂർത്തി എത്തണമെന്ന് നിന്റെ റബ്ബ് വിചാരിച്ചു. വയസ്തഖ്രിജ, എന്നിട്ട് അവർ രണ്ടുപേരും, ആ രണ്ട് കുട്ടികളും പുറത്തെടുക്കണം, കൻസഹുമ, അവർ രണ്ടുപേരുടെയും നിധി, റഹ്മത്തം മിർ റബ്ബിക, നിന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള കാരുണ്യത്തിനാൽ, അതായത് കാരുണ്യം കൊണ്ട് നിധി, ഈ കുട്ടികൾ യബുലുക, ബാലിഗീങ്ങളാകുക. യബുലുക അശുദ്ധവും എന്ന് പറഞ്ഞാൽ അവരുടെ മൂപ്പത്താണ്. അവർ യബുലുക അശുദ്ധഹുമ, അവരുടെ പ്രായപൂർത്തി എത്തണം. എന്നിട്ട് വയസ്തഖ്രിജ കൻസഹുമ, ഈ നിധി അവർ പുറത്തെടുക്കണം എന്ന് റബ്ബ് വിചാരിച്ചു. അപ്പം എന്തിനാ ഇപ്പം നിധി? ആ മതിൽ പൊളിഞ്ഞു ചാടിയാൽ സ്വാഭാവികമായും ആ മതിലിൻ്റെ ചുവട്ടിലുള്ള നിധി പട്ടണത്തിലാണ്, ആളുകൾ കാണും. അപ്പോൾ അത് ആളുകൾ എടുത്തു കൊണ്ടുപോകും. ഈ കുട്ടികൾക്കാണെങ്കിലോ ആ നിധി കിട്ടാൻ സാധ്യമല്ല, ആളുകൾ അവിടെ പട്ടണത്തിൻ്റെ മധ്യത്തിലല്ലേ. അപ്പോൾ ആ കുട്ടികൾ യതീമുകളായ രണ്ട് കുട്ടികളല്ലേ, ഓൽക്കത് കിട്ടൂല. അപ്പോൾ ആ മതിൽ അവിടെ തന്നെ നിൽക്കണം. കുട്ടികൾ വലുതാവോളം, പ്രായപൂർത്തി എത്തുവോളം ആ യബ്ലുഗ അശുദ്ധഹുമ, ആ കുട്ടികൾ അവരുടെ മൂപ്പത്താണ്, അതായത് പ്രായപൂർത്തി എത്തുന്നത് വരെ ആ മതിലവിടെ നിൽക്കണമെന്നും വയസ്തഖ്രിജ കൻസഹുമ, എന്നിട്ട് ആ നിധി കൻസ് അവർ ഇസ്തഖ്റജ, അത് പുറത്തേക്ക് എടുക്കണമെന്നും നിന്റെ റബ്ബ് വിചാരിച്ചു. ആ വിചാരമാണ് ഞാൻ ചെയ്തത് എന്ന്. അപ്പം ഇയാൾ പ്രവാചകനാണ്, റബ്ബിൻ്റെ വിചാരമനുസരിച്ചാണ് ഞാൻ ചെയ്തത്. അതാ റഹ്മത്തം മിർ റബ്ബിക ഒമാ, എന്നിട്ട് നോക്കൂ, ഒമാ ഫഅൽതുഹു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അൻ അംരി, എൻ്റെ സ്വന്തം കൽപ്പന പ്രകാരം, ഞാൻ എൻ്റെ കൽപ്പന പ്രകാരമല്ല ചെയ്തത്. നിൻ്റെ റബ്ബ് അങ്ങനെ വിചാരിച്ചിട്ട് എന്നോട് കൽപ്പിച്ചപ്പോൾ അതാണ് ഞാൻ ചെയ്തത്. മാ ഫഅൽതു അൻ അംരി ദാലിക, അതാണ് തഅ്വീലു, തഅ്വീൽ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം. മാലം തസ്തിയ് അലൈഹി സബ്റ, മാലം തസ്തിയ് അലൈഹി സബ്റ, അവിടെ തസ്തത്തിയ് ഇല്ല കേട്ടോ, പറഞ്ഞുതരാം. അർത്ഥമൊന്നുമില്ല. പക്ഷേ പിന്നെ അറബി ഭാഷയിൽ ഒരക്ഷരം കൂടിയാൽ ഒരു അർത്ഥവും കൂടി കൂടുന്നതാണ്. അതൊരു പൊതു തത്വമാണ്. അവിടെ തസ്തത്തിയ് എന്ന് പറയുന്നിടത്ത് ഒരു താഗ് കൂടി, ഇല്ലേ? ഇവിടെ ഒരു താഗ് കുറഞ്ഞു. അതെ, മൂന്നെണ്ണം പറഞ്ഞിടത്തും ഒരു താഗ് കൂടി, മറ്റിടത്ത് ഒരു താഗ് കുറഞ്ഞു. അത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇപ്പോൾ ഈ കുട്ടീനെ കൊന്നിടത്തൊക്കെ അത് ക്ഷമിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്, സഹിക്കാൻ കഴിയണില്ല. അതുപോലെ ഒരു സമൂഹത്തെ മുഴുവനും വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്ന വിധത്തിലുള്ള ആ കപ്പലിന് ഓട്ടുണ്ടാക്കി കപ്പലിൻ്റെ പലക പൊളിച്ചു എന്ന് പറയുന്നത് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. അപ്പോൾ അവിടെ സബൂറാവൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നിനക്ക് ലം തസ്തത്തി അലൈഹി സബർ, അതിന് ക്ഷമിക്കാൻ ഒരിക്കലും നിനക്ക് കഴിയില്ല, അതിന് മാത്രം ഗൗരവമാണ്. അപ്പോൾ അവിടെ ഗൗരവം കൂടിയപ്പോൾ തസ്തത്തിയെ പറഞ്ഞു. ഇവിടെ അത്രയൊരു പ്രയാസം മൂപ്പർക്ക് ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ മതിലാണ് നിർത്തി വെച്ചു. അപ്പോൾ അതിപ്പോൾ വേണ്ടി ചെയ്യുന്നു, നല്ലൊരു പൊളിഞ്ഞാടാൻ പോകേണ്ട ഒരു മതിൽ നിർത്തിയേക്കൽ അത്ര ഒരു ഗുരുതരമായ ഒരു മഹാപ്രശ്നമായ ഭക്ഷണം. എന്താ മതിൽ നിർത്തിയേക്കൽ സേവനാന്ന് മൂസാ നബി അലൈഹി സ്വലാമിന് പറയാം. പിന്നെ എന്തുകൊണ്ട് മതിൽ നിർത്തിവെച്ച് ശരിയല്ല എന്ന് മൂപ്പർക്ക് തോന്നി? ഓല് ഭക്ഷണം കൊടുത്തില്ല എന്നുള്ളതുകൊണ്ടല്ലേ. അപ്പോൾ അത്ര ഗൗരവമില്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു താവ് പോയി, അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ദാലിക്കത്ത് വീലു മാലം തസ്തി അലൈഹി സബ്ര, അവിടെ ഓതേണ്ടത് എങ്ങനെ?
ذَلِكَ تَأْوِيلُ مَا لَمْ تَسْطِعْ عَلَيْهِ صَبْرًا. അപ്പോൾ ആദ്യത്തെ ഐനിനെ രണ്ടാമത്തെ ഐനിലേക്ക് ലോപ്പ് ഇദ്ഗാം ചെയ്യും. അപ്പോൾ ഓതേണ്ടത് തസ്തി അലൈഹി സബ്റ, മാലം തസ്തി അലൈഹി സബ്റ. ഇനി അതുപോലെ ഇനിയും ദുൽഖർനൈനിൻ്റെ ചരിത്രത്തിലും ഈ താ ഉള്ള സ്ഥലവും താ ഇല്ലാത്ത സ്ഥലം, താ ഉള്ള സ്ഥലം ഒരു പ്രയാസപ്പെടുന്ന സ്ഥലമാണ്, താ ഇല്ലാത്ത സ്ഥലം എളുപ്പമുള്ള സ്ഥലമാണ്. അതൊക്കെ സബറിന് എളുപ്പമുള്ള സ്ഥലം ഇവിടെ അതിൽ താ ഇല്ല, സബറിന് പ്രയാസമുള്ള സ്ഥലത്ത് താ ഉണ്ട് എന്നാണ് ഖുർആനിൻ്റെ ഭാഷാശാസ്ത്രം പഠിപ്പിക്കുന്ന ആളുകൾ, ഈ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഞാൻ ഒന്നുകൂടിയും പറയുകയാണ്. ഇനി ദുൽഖർനൈനിൻ്റെ കഥയിലും ഇതൊക്കെ ഉണ്ട്. അല്ലാഹു തആല എത്രയോ കാര്യങ്ങൾ നമുക്ക് വിശദാംശമില്ലാതെ പറഞ്ഞു തന്നു. അതായത് നമ്മളുടെ പ്രവർത്തനങ്ങൾ, അമലുകൾ 50,000 കൊല്ലം കൊണ്ട് കയറിപ്പോകും എന്ന് പറയുന്നുണ്ട്. 7 ആകാശം പറയുന്നുണ്ട്, 7 ഭൂമിയെപ്പറ്റി പറയുന്നുണ്ട്. അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തആല പറഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് അല്ലാഹു തആല അറിയിച്ചു തന്നിട്ടില്ല. നമ്മളങ്ങനെ അറിയുന്നില്ല, നമ്മളതിനെ വെറുതെ അവിശ്വസിക്കുകയോ അതും ചെയ്യുന്നില്ല. ഇനി ഇവിടെയും അതുപോലെ തന്നെ ഖിളിർ മൂസ അലൈഹിസ്സലാമിൻ്റെ വിഷയത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് പൂർണ്ണമായും ഒരു പ്രവാചകൻ പോലും സമ്പൂർണ്ണ അറിവുള്ളവനല്ല. അദ്ദേഹത്തെക്കാളും അറിവുള്ള ആൾ ഉണ്ടാകും. അതിനുള്ളൊരു തെളിവായി മൂസാ നബിക്ക് തന്നെ നിങ്ങളെക്കാളും അറിവുള്ളവരെ നിങ്ങൾക്കറിയുമോ എന്ന് ബനു ഇസ്രായേൽക്കാർ ചോദിച്ചപ്പോൾ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിടിച്ചോ, അറിവുള്ള ഒരാളെ ഞാൻ പറഞ്ഞുതരാമെന്നും പറഞ്ഞ് മൂസാ നബിക്ക് അറിയിച്ചു കൊടുത്തതാണ്. ആ ഒരു വിഷയം നമ്മളെ പഠിപ്പിക്കാൻ മാത്രം ഈ സംഭവങ്ങൾ പറഞ്ഞു. എന്നാൽ ഇത് എവിടെയാണ്? മജ്മഉൽ ബഹ്റൈനി എവിടെയാണ്? ഒരുപാട് വ്യാഖ്യാനങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. സുയസ് ഉൾക്കടലിൻ്റെയും അഖബ ഉൾക്കടൽ അതൊക്കെ അതുപോലെ ആഫ്രിക്കയിലാണെന്നുള്ള അഭിപ്രായമുണ്ട്. അതൊന്നും കൃത്യമായ വ്യാഖ്യാനങ്ങളല്ല. അള്ളാഹ് പറഞ്ഞത് അതാണ് എന്ന് വിധി കൽപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. അതുപോലെ ഈ കപ്പൽ എന്തായിരുന്നു, എവിടെയാണ് പോലെ ഇറങ്ങിയത്, ആ നാട്ടുകാരാരായിരുന്നു, ഈ മതിൽ ഇപ്പോൾ എവിടെയാണ്? ഭൂമിയിലാണല്ലോ. അപ്പോൾ ഈ ഭൂമിയിൽ ഇപ്പോൾ ആ മതിൽ നിന്നിരുന്ന സ്ഥലവും ഈ കുട്ടീനെ കൊന്ന സ്ഥലമൊക്കെ എവിടെയാണെന്നൊന്നും നമുക്കറിയില്ല. ഖുർആൻ പഠിപ്പിച്ചു തന്ന പരിമിതമായ ചില വിഷയങ്ങൾക്കുള്ള സൂചന മാത്രം ഒരു ചെറിയ ഓട്ടയിൽ കൂടി ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. അവിടെ നമ്മൾ നിർത്തുക. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഖുർആൻ വ്യാഖ്യാന മാതൃക. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഊഹിക്കാം, അഭിപ്രായങ്ങൾ വായിച്ചു നോക്കാം, പറഞ്ഞു നോക്കാം, നമുക്ക് ചിന്തിച്ച് നോക്കാം. പക്ഷേ അള്ളാഹു പറഞ്ഞത് അതാണ് എന്ന് വിധി തീർപ്പ് കൽപ്പിക്കാൻ പാടില്ല. നമ്മളവിടെ നിർത്തുക. അതാണ് ഇതിലുള്ള ഒരു വിഷയം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.